ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൈനീസ് നാവികസേനാ മേധാവി അഡ്മിറൽ ഹു ഷോങ് മിങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയുടെ നേവി ആസ്ഥാനത്ത് ഒരു അടിയന്തര യോഗം ചേർന്നു. ചൈനീസ് മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തയായിട്ട് വന്നു. പക്ഷെ ഇതൊരു അസ്വാഭാവികതയൊന്നുമില്ല, ഒരു സാധാരണ ഒരു ചർച്ച മാത്രമായിരുന്നു എന്നാണ് നേവിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഒരു വാർത്ത ഏതാണ്ട് 1-2 ദിവസമായിട്ട് വളരെ വ്യാപകമായിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണും. തക്ഷക് എന്ന് പറയുന്ന ഒരു ടോർപിഡോയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. തക്ഷക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇപ്പൊ നിലവിലുള്ള വരുണാസ്ത്രയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോർപിഡോയാണ്. ഇന്ത്യ ഒരു ടോർപിഡോ പരീക്ഷിച്ചത് ചൈനയുടെ നേവി ആസ്ഥാനത്ത് അഡ്മിറലിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്താൻ മാത്രം വലിയ വിഷയമാണോ എന്ന് വേണമെങ്കിൽ തോന്നാം. അങ്ങനെ ഒരു വിഷയമാണ് എന്ന് മാത്രമല്ല, ചൈന വളരെ സീരിയസ് ആയിട്ടാണ് ഇന്ത്യയുടെ തക്ഷക് എന്ന് പറയുന്ന ടോർപിഡോയുടെ ഡെവലപ്മെന്റിനെ കാണുന്നത് എന്നാണ് പല മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പതിവ് പോലെ ഇന്ത്യയുടെ ആയുധങ്ങളെയും ഇന്ത്യയുടെ കണ്ടെത്തലുകളെയും കാര്യമായിട്ട് അങ്ങനെ പരിഗണിക്കാറില്ലല്ലോ. അവരെപ്പോഴും അതിനെ ഇകഴ്ത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കവർ ചെയ്യാതിരിക്കും അത്തരം വാർത്തകൾ. പക്ഷെ തക്ഷക് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ടോർപിഡോ നിർമ്മാണത്തിൽ ഉള്ള മേധാവിത്വത്തെ ചലഞ്ച് ചെയ്യുന്ന, ചൈനയുടെ സമുദ്രങ്ങളിലുള്ള ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ചലഞ്ച് ചെയ്യുന്ന, ചൈനീസ് മുങ്ങിക്കപ്പലുകളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന ഇന്ത്യയുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോർപിഡോ അല്ലെങ്കിൽ ആയുധമാണ് തക്ഷക് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് തക്ഷക് എന്താണെന്ന് നോക്കാം. പിന്നെ എന്തിനാണ് ചൈന ഇതിനെ എത്രയേറെ ഭയപ്പെടുന്നതെന്ന് നോക്കാം. അമേരിക്കൻ യൂറോപ്യൻ ടെക്നോളജിയോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഇന്ത്യ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് നമുക്ക് നോക്കാം. തക്ഷക് എന്ന് പറയുന്നത് നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്ത വളരെ അത്യാധുനികമായിട്ടുള്ള ഒരു ഹെവി വെയിറ്റ് ടോർപിഡോയാണ്. ഹെവി വെയിറ്റ് ടോർപിഡോ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച 5 ടോർപിഡോകളിൽ ഒന്നായിട്ടാണ് ഇന്ത്യയുടെ തക്ഷക് ടോർപിഡോയെ കണക്കാക്കുന്നത്. നിലവിൽ ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന വരുണാസ്ത്ര എന്ന് പറയുന്ന ടോർപിഡോയുടെ കൂടുതൽ പരിഷ്കരിച്ചതും മാരകവുമായിട്ടുള്ള അടുത്ത തലമുറ പതിപ്പാണിത്. തക്ഷകിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ്. അതിലൊന്നാണ് ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. തക്ഷകില് ഉപയോഗിച്ചിരിക്കുന്നത് ഫൈബർ ഓപ്റ്റിക് വയർ ഗൈഡൻസ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇത് വിക്ഷേപിച്ച ശേഷവും ടോർപിഡോയെ നിയന്ത്രിക്കാൻ അന്തർവാഹിനിയിലുള്ളവർക്ക് സാധ്യമാക്കുന്ന ഒന്നാണ്. ശത്രുവിന്റെ ജാമറുകളെയും ഡെക്കോയികളെയും വളരെ വിദഗ്ധമായിട്ട് മറികടക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യയുടെ സ്വന്തം ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമായ നാവിക് ഇതിൽ സംയോജിപ്പിച്ചിട്ടുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പൂർണ്ണമായും തദ്ദേശീയമായിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുമേൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നിയന്ത്രണമുണ്ട്. അത് മാത്രമല്ല, ഇതില് RLG അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇനേർഷ്യൽ നാവിഗേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു ടോർപിഡോ ഹൈ എനർജി സിൽവർ ഓക്സൈഡ് അലുമിനിയം ബാറ്ററികൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് എഞ്ചിന് ഉയർന്ന പവർ നൽകുന്നുണ്ട്. ഇതിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാണുന്ന ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ആണ്. സ്വിം ഔട്ട് എന്ന രീതിയിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ടോർപിഡോയാണിത്. എന്ന് വെച്ചാൽ സാധാരണ ടോർപിഡോകൾ വിക്ഷേപിക്കുന്ന സമയത്തുണ്ടാവുന്ന ബഹളം അല്ലെങ്കിൽ ഒച്ചയും അല്ലെങ്കിൽ സൗണ്ടും ഒന്നും തന്നെ ഈ ഒരു സ്വിം ഔട്ട് രീതിയിൽ വിക്ഷേപിക്കുന്ന ടോർപിഡോയിൽ ഉണ്ടാവില്ല. ശബ്ദം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ മുങ്ങിക്കപ്പലുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ശത്രുവിന് നേരെ ആക്രമണം നടത്താനായിട്ട് കഴിയും. ഏകദേശം 6.4 മീറ്റർ മാത്രമാണ് ഇതിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ സേന ഉപയോഗിക്കുന്ന വരുണാസ്ത്രയേക്കാൾ നീളം കുറവായതുകൊണ്ട് ഇത് അന്തർവാഹിനികളിൽ നിന്ന് എളുപ്പത്തിൽ വിക്ഷേപിക്കാൻ കഴിയും. വരുണാസ്ത്ര എന്ന് പറയുന്ന ടോർപിഡോ പ്രധാനമായിട്ട് നമ്മുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറയുന്ന നമ്മുടെ തക്ഷക് എന്ന് പറയുന്നത് സബ്മറൈനുകളിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. വേണമെങ്കിൽ ഷിപ്പിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വേരിയന്റ് നമുക്കുണ്ടാക്കാം. അതായത് യുദ്ധക്കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്വയം നിയന്ത്രിത പതിപ്പുണ്ട്. അതാണ് ഷിപ്പ് ലോഞ്ച്ഡ് കാറ്റഗറിയിൽ വരുന്നത്. സബ്മറൈൻ ലോഞ്ച്ഡ് വകഭേദമാണ് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. ഇത് ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ കൂടുതൽ കൃത്യതയോടെ തകർക്കാനായിട്ട് ഇതിന് കഴിയും. സമുദ്രത്തിന് ഏകദേശം 600 മീറ്ററിലധികം ആഴത്തിൽ സഞ്ചരിക്കുന്ന ശത്രു അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും വരെ തകർക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ചൈനയുടെ ടൈപ്പ് 093 ഷാങ് ക്ലാസ് പോലെയുള്ള
ന്യൂക്ലിയർ അന്തർവാഹിനികളെ നേരിടാൻ ഈ ഒരു ടോർപിഡോയ്ക്ക് കഴിയുമെന്നതുകൊണ്ടാണ് ചൈന ഇതിനെ അതീവ ഗൗരവമായിട്ട് കാണുന്നതും ഭയപ്പെടുന്നതും. ടോർപിഡോ നിർമ്മാണത്തിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് അമേരിക്കയാണ്. ഒന്നാമത് നിൽക്കുന്ന അമേരിക്കയാണ്, രണ്ടാമത് ബ്രിട്ടനാണ്, മൂന്നാമത് ഫ്രാൻസ് ആണ്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ യൂറോപ്പിന്റെ സഹകരണത്തിന്റെ ഭാഗമായിട്ട് ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ ടോർപിഡോ നിർമ്മാണത്തിൽ വളരെ മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. യൂറോപ്യൻ സാങ്കേതിക വിദ്യയോട് ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇന്ത്യ ഈ പുതിയ തക്ഷകിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ടോർപിഡോയുടെ കാര്യത്തിൽ നമ്മൾ ചൈനീസ് ടെക്നോളജിയേക്കാൾ വളരെ മുന്നിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ചൈനീസ് ടോർപിഡോകളെക്കാൾ സാങ്കേതിക മികവ് കൊണ്ട് മികച്ച ടോർപിഡോയാണ് ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള തക്ഷക് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഏറ്റവും മികച്ച 10 ഹെവി വെയിറ്റ് ടോർപിഡോകളിലും ഏറ്റവും മികച്ച 5 ഹെവി വെയിറ്റ് ടോർപിഡോകളിലും ഇന്ത്യയുടെ ടോർപിഡോ ഉൾപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സോഫ്റ്റ്വെയറുകളും അൽഗോരിതങ്ങളുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നത് ഈ രംഗത്ത് ഇന്ത്യയുടെ പൂർണ്ണമായ സ്വയം പര്യാപ്തതയും കാണിക്കാൻ നമുക്ക് കഴിയുന്നു. ഇന്ത്യ ഒരു ടോർപിഡോ വികസിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചൈനീസ് ഭരണകൂടം അസ്വസ്ഥതപ്പെടാൻ മാത്രം ഇതിൽ എന്താണ് എന്നത് ഇപ്പോഴും പലർക്കും സംശയമായിട്ടുണ്ടാകും. ചൈനയുടെ പ്രധാന ഹെവി വെയിറ്റ് ടോർപിഡോകളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. ചൈനയുടെ പ്രധാന ഹെവി വെയിറ്റ് ടോർപിഡോകൾ എന്ന് പറയുന്നത് U6, U10 എന്നിങ്ങനെയുള്ള 2 ടോർപിഡോകളാണ്. ഇവയിൽ ഗൈഡൻസിന്റെ കാര്യം തന്നെ എടുക്കാം. തക്ഷകിൽ ഉപയോഗിക്കുന്നത് അത്യാധുനിക ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് ആണ്. ഇത് ശത്രുവിന്റെ ജാമറുകളെയൊക്കെ പ്രതിരോധിച്ച് അന്തർവാഹിനിയിൽ ഇരിക്കുന്ന ഓപ്പറേറ്റർക്ക് ടോർപിഡോയെ കൃത്യമായി നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അതിനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനും സഹായിക്കുകയാണ്. എന്നാൽ ചൈനീസ് ടോർപിഡോകളിൽ പലതും പഴയ റഷ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ പകർപ്പാണ് ഉപയോഗിക്കുന്നത്, റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ. മാത്രമല്ല തക്ഷകിന്റെ സിൽവർ ഓക്സൈഡ് അലുമിനിയം ബാറ്ററികൾ വളരെ ഉയർന്ന ഊർജ്ജം നൽകുന്നവയാണ്. ഈ കാര്യത്തിലും ചൈനീസ് ടോർപിഡോകൾ ഇന്ത്യയുടെ തക്ഷകിനേക്കാൾ പുറകിലാണ്. ഇന്ത്യയുടെ ടോർപിഡോയ്ക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗതയും ദൂരപരിധിയും ലഭിക്കുന്നു എന്നുള്ളതാണ്. ചൈനീസ് അന്തർവാഹിനികൾക്കും ടോർപിഡോകൾക്കും എപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഉയർന്ന ശബ്ദമാണ്. എന്നാൽ തക്ഷക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്വിം ഔട്ട് വിക്ഷേപണ രീതിയിലാണ്. കംപ്രസ് എയർ ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളി വരുന്നതിന് പകരം ടോർപിഡോ സ്വന്തം കരുത്തില് പതിയെ പുറത്തേക്ക് നീങ്ങുന്ന ഒരു രീതിയാണിത്. ഇതുകൊണ്ട് തന്നെ വിക്ഷേപണ സമയത്ത് ശബ്ദം ഇല്ലാതാക്കുകയും നമ്മുടെ അന്തർവാഹിനിയുടെ സ്ഥാനം ശത്രു അറിയാതെ സംരക്ഷിക്കുകയും ചെയ്യും. ചൈനയുടെ ഒരു ആണവ അന്തർവാഹിനിയെ ഇന്ത്യയുടെ ഒരു അന്തർവാഹിനി ഈ തക്ഷക മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഈ ആക്രമണം എവിടെ നിന്ന് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. സ്വിം ഔട്ട് സാങ്കേതിക വിദ്യയും തക്ഷകിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയും ഈ ഒരു ടോർപിഡോയെ പ്രതിരോധിക്കുവാൻ ചൈനയെ അനുവദിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയും ചൈനയെ ആശങ്കപ്പെടുത്തുന്ന ഘടകവും. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ടോർപിഡോകളുടെ പേരെടുത്താൽ അമേരിക്കയുടെ MK-48 എന്ന് പറയുന്നത് ഏകദേശം 55 നോട്ട്സ് വേഗതയുള്ള 50 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള പരമാവധി 800 മീറ്റർ വരെ ആഴമുള്ള ഒരു ടോർപിഡോയാണ്. ആഴത്തിൽ വരെ ആക്രമണം നടത്താൻ കഴിയുന്ന ടോർപിഡോയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണിത്. പിന്നെ ഉള്ളത് UK സ്പിയർ ഫിഷ് എന്ന് പറയുന്ന ഒരു ടോർപിഡോയാണ്. 80 നോട്ട്സ് വേഗതയുള്ള 54 കിലോമീറ്ററിലധികം ദൂരം കവർ ചെയ്യാൻ പറ്റുന്ന റേഞ്ചുള്ള 900 മീറ്റർ വരെ ആഴത്തിൽ പോയി ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ടോർപിഡോയാണ്. ഇത് വേൾഡിലെ വേണമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഫ്രാൻസിന്റെ F-21 ആണ്. ഇത് 50 നോട്ട്സ് വേഗതയും 50 കിലോമീറ്റർ ദൂരപരിധിയും 600+ മീറ്റർ ആണ് ഇതിന്റെ ആഴവും പരമാവധി. ഇതിനോട് സാദൃശ്യമുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കുന്ന തക്ഷക് എന്ന് പറയുന്നത്. 600 മീറ്ററിലധികം ആഴം, 50 കിലോമീറ്ററിലധികം ദൂരപരിധി, 50 നോട്ട്സ് വേഗത എന്ന് വെച്ചാൽ ലോകത്തെ 3ാമത്തെ ഏറ്റവും മികച്ച ടോർപിഡോകളിൽ ഒന്നായിട്ട് ഇത് മാറുകയാണ്. ഹെവി വെയിറ്റ് ടോർപിഡോകളിൽ ഒന്നായിട്ട് ഇത് മാറുകയാണ്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കഴിഞ്ഞാൽ ഫ്രാൻസിനൊപ്പം 3ാമത് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന നിരത്തിലേക്ക് ടെക്നോളജി പരമായിട്ട് ഒരു മികച്ച ടോർപിഡോയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത്.